ആയിരിക്കാൻ ദൈവം ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ ഗ്രൂപ്പിലുണ്ട്. പ്രത്യേക അനൂപിനെ ഞാൻ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു തൃശ്ശൂര് കോളേജിൽ പഠിച്ചതൊക്കെ. ദൈവം മറ്റു പലരെയും കാണാൻ ദൈവം ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ദേവദാസൻ ശക്തനായിട്ട് പാസ്റ്റർ സംസാരിച്ച കാര്യങ്ങൾ ഒത്തിരി എനിക്കൊന്ന് ഒത്തിരി ഓവർലാപ്പും ഞാനും അദ്ദേഹമായിട്ട് കാണും സംസാരിച്ച ദൈവത്തിനെ ഞാനതിനെ മഹത്വപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ശക്തമായിട്ട് സംസാരിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി 1.0 വേർഷൻ. നമ്മളായിരിക്കുമ്പം മിക്കപ്പോഴും ഇപ്പം ഓരോ ദിവസവും പുതിയ പുതിയ വേർഷൻ, ഇപ്പം വിൻഡോസിനാണെങ്കിൽ തന്നെ വിൻഡോസ് നെക്സ്റ്റ് വേർഷൻ വന്നുകൊണ്ടിരിക്കുക. നല്ല വേർഷൻസ് ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും പുതിയ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻസ്, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സുവിശേഷത്തിന് there is only one version. അത് ഇറ്റ് കനോട്ട് റിന്യൂ. പണ്ടൊരിക്കല് മൊബൈലില് ബൈബിൾ അപ്ഡേറ്റ് ഇസ് ഹാപ്പനിങ്, ബൈബിൾ ഇസ് അപ്ഡേറ്റിംഗ്. ആക്ച്വലി ബൈബിൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന മൊബൈലിൽ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? നിങ്ങൾ കയ്യൊന്ന് വിഷയം വന്നു ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം സക്സസ്ഫുൾ ആയി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ജീവിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ അതിന് ആക്ച്വലി ഒരു വേർഷനെ അവൈലബിൾ ഉള്ളൂ. അതിന് ശേഷമുള്ള ഒരു വേർഷൻസ് ഇല്ല. ആക്ച്വലി നമ്മൾ ഒത്തിരി അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ആക്ച്വലി. ഞാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നത്, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു സുവിശേഷം അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞ ദിവസങ്ങൾ അല്ലെ. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു ഭാഗത്ത് കണ്ടത്, ഫിനിഷിംഗ് സ്ട്രോങ്. മെനി വിൽ സ്റ്റാർട്ട് ഫാസ്റ്റ്, ഫ്യൂ വിൽ ഫിനിഷ് സ്ട്രോങ്. ഒത്തിരി പേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ക്രിസ്ത്യ ജീവിതം തുടങ്ങുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആംലോൺ ബാറ്ററിയുടെ പരസ്യം കുറെ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി തീർന്ന് പിന്നെ ലാസ്റ്റ് റോഡിൽ കിടപ്പാവുന്ന പോലെ it happens in our faith, right? പക്ഷെ we are called to finish strong, right? എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, സപ്പോസ് നമ്മളെല്ലാവരും എന്തായാലും മരിക്കും. മരിക്കാത്തവരായിട്ട് ആരുമില്ല. കർത്താവിന്റെ വരവ് വൈകിയാൽ നമ്മളെല്ലാവരും മരിക്കും. ഇതിനകത്ത് പ്രായം ഓരോ വർഷം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കുറെ വർഷമൊക്കെ എക്സൈറ്റഡ്, കുറച്ച് വർഷം കഴിയുമ്പോൾ വിഷമം വരാൻ തുടങ്ങും. പ്രായം കൂടി പോകുന്നു, മുടിയുടെ എണ്ണം കുറയുന്നു, പല്ലിന്റെ എണ്ണം കുറയുന്നു, എല്ലിന്റെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറയുന്ന പോലെ തിങ്സ് ചേഞ്ച്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ കിടക്കാൻ പോകുന്ന ശവപ്പെട്ടി, ഭാഗ്യം ഉണ്ടെങ്കിലുണ്ടോ ഒരു ശവപ്പെട്ടിയിലൊക്കെ അടക്കം കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കാത്തൊരു കാര്യം തന്നെ. ചിലപ്പോൾ നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ 40 കൊല്ലത്തിന് ശേഷമായിരിക്കും. നമ്മൾ കിടക്കുന്ന ശവപ്പെട്ടിയിൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, ആ ശവപ്പെട്ടിയുടെ പുറത്ത് മാറി നിന്ന് നമ്മൾ കിടക്കുന്ന ശവപ്പെട്ടി, തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? നിങ്ങളുടെ ശവപ്പെട്ടി കിടക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഈസ് ഇറ്റ് റിയൽ? അങ്ങനെ സംഭവിക്കുമോ? അത് സംഭവിക്കത്തില്ലെന്നാണോ പറയുന്നത്? സംഭവിക്കും. ഇറ്റ് വിൽ ഹാപ്പൻ. സർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വി ഓൾ വിൽ ഡൈ, റൈറ്റ്? എല്ലാവരും മരിക്കും. ദർ ഇസ് നോ വൺ ഹു ഡോണ്ട് ഡൈ, റൈറ്റ്? അപ്പം ആ ഒരു ശവപ്പെട്ടി, നമ്മുടെ ശവപ്പെട്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ നിമിഷത്തില് നമ്മൾ കൃതാർത്ഥനായിട്ട് നമ്മളെ നിർത്തുന്നത് എന്താണോ അത് ചെയ്യുക. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്? നമ്മുടെ ഡെഡ് ബോഡി അല്ലെങ്കിൽ മരിക്കുന്ന ദിവസം, അത് നാളെ അല്ലെങ്കിൽ 50 കൊല്ലത്തിന് ശേഷമാണെങ്കിലും, ആ ഡെഡ് ബോഡിയെ നമുക്ക് മാറി നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഐ ഡിഡ് ഇറ്റ്, ഐ എം ഹാപ്പി വിത്ത് ദിസ് ലൈഫ്. ആ ഒരു ഫിനിഷിങ്, അതാണ് ദൈവം നമ്മളെ ഓരോരുത്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്റ്റാർട്ടിങ് ചിലപ്പം കുറച്ച് സ്ലോ ഒക്കെ ആയിരിക്കും. സ്റ്റാർട്ടിങ് ചിലപ്പം എഞ്ചിനൊക്കെ കുറച്ച് നന്നാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, ഇല്ലേ? പക്ഷെ അത് ഓടിത്തുടങ്ങി finally it finishes strong. That is what God wants from our life. നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഐ വോണ്ട് ടു ഫിനിഷ് ഇറ്റ് സ്ട്രോങ്. ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചുള്ള ഒരു ഭാഗ്യം, യേശുക്രിസ്തു ക്രൂശില് തന്റെ മരണത്തിന്റെ നിമിഷങ്ങളോട് അടുക്കുന്ന സമയത്ത് യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന്
അപ്പൊ അവിടെയുള്ള ഗലീലയിലെ സ്ത്രീകളെല്ലാം കരയുമ്പോൾ യേശുക്രിസ്തു ഗലീലയിലുള്ള സ്ത്രീകളെ നോക്കിയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. വൈ ആർ യു ക്രൈങ്? എന്നിട്ട് യേശുക്രിസ്തു വൈ ആർ യു ക്രൈങ് എന്നല്ല, ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരവിൻ. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാ? ഡോണ്ട് ക്രൈ ഫോർ മീ, ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. നിങ്ങൾ എന്നെ ഓർത്ത് കരയുന്നതുകൊണ്ട് കാര്യമില്ല. കാര്യം ഞാൻ മരിക്കേണ്ടത്, ദിസ് ഈസ് മൈ പ്ലാൻ ആൻഡ് പർപ്പസ്. ഐ വാസ് ബോൺ. ഞാൻ മരിക്കാനാണ് ജനിച്ചത്. പക്ഷെ നിങ്ങളോ, ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ, ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങള്, ലൈക് എവ്രി വൺ ഓഫ് യു ഗൈസ്, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? പേനയും പേപ്പറും തന്നു കഴിഞ്ഞാല് വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? നമുക്ക് ചെറിയ അംബിഷൻസ് കാണും, വലിയ അംബിഷൻസ് കാണും. ചിലർക്ക് എനിക്ക് ആഗ്രഹങ്ങൾ കാണും, അംബിഷൻസ് കാണും. പക്ഷെ വാട്ട് ഈസ് ദാറ്റ് മെയിൻ അംബിഷൻ that if I don't achieve, I find my life waste? പലത് കാണും അല്ലെ. ചിലർക്ക് ചിലപ്പം ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഒരു അംബിഷൻ ആയിരിക്കും. ലൈക് ഐ വോണ്ട് ടു നോ ഹൗ ടു ഡ്രൈവ് ബൈക്ക് അല്ലെ. ഗുഡ്. പക്ഷെ there might be some ambitions, അതില്ലാതെ നമുക്കൊരു my life will not happen, my will not satisfy. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, 1940-45 കാലഘട്ടത്തില് നിങ്ങളുടെ പ്രായോ അല്ലെങ്കിൽ നിങ്ങളുടെക്കാളും 3-4 വയസ്സ് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവരെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയത്. 14 വയസ്സ്, 13 വയസ്സ്, 16 വയസ്സുള്ള പിള്ളേർ. അവരെ ഒന്നും പിള്ളേരെന്ന് പോലും വിളിച്ചോണ്ട്. they were all called men, men of Britain, men of America. they were men. 16 വയസ്സുള്ളപ്പോഴും they were men. they fought. നമ്മുടെ പലരെയും 24 വയസ്സാകുമ്പോഴും ആൾക്കാർ വിളിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ്. ആഫ്റ്റർ ദിസ് ക്യാമ്പ് നിങ്ങളോട് തന്നെ ആരെങ്കിലും നിങ്ങളെ ബോയോ ഗേൾ എന്ന് വിളിച്ചാൽ സ്റ്റോപ്പ്. ഐ ആം എ മാൻ, ഐ ആം എ ലേഡി, ഐ ഹാവ് എ പർപ്പസ്. എന്റെ സ്പിരിച്വാലിറ്റി, എന്റെ മുന്നോട്ടുള്ള ദൗത്യത്തില് ഐ ആം റെസ്പോൺസിബിൾ. പലപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മടിയുള്ളവരാണ് ദേ ലൈക്ക് ടു ബി കോൾഡ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. പക്ഷെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവർ എന്താണെന്ന് അറിയോ? മെൻ ആൻഡ് വുമൻ. God is looking for men and women in your colleges and campuses. ഈ രാജ്യത്തിന് ആവശ്യമുള്ളതെന്ന് അറിയോ? നട്ടലുള്ള ചെറുപ്പക്കാരെ ആവശ്യം. ദൈവത്തിനും വേണ്ടതും നട്ടലുള്ളവരെ. God is looking for, there is a fish called stickleback. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റിക്കിൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മീനുണ്ട്. സ്റ്റിക്കിൾ ബാക്കിനെ പറ്റിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിൾ ബാക്ക് എപ്പോഴും വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ സ്വിം ചെയ്യുന്ന ഒരു ഫിഷാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് 2 spine 3 spine സ്റ്റിക്കിൾ ബാക്ക്. എനിക്ക് അത്ര ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അതായത് 2 നട്ടലും അല്ലെങ്കിൽ 3 നട്ടലും എന്തോ ഉണ്ടായിരുന്നു ആ മീന്. ദേ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. ഒഴുക്കിനെതിരെ നെഞ്ച് വിരിച്ച് ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. ക്രിസ്ത്യൻ വേർഷൻസ് മാറിക്കൊണ്ടിരിക്കും. പണ്ട് പാപമായിരുന്നത് ഇന്ന് പാപമല്ലാതിരിക്കും. ചാപ്റ്റേഴ്സ് വിൽ ചേഞ്ച്. അന്ന് അത് ഓക്കെ ആയിരുന്നില്ല, ഇന്ന് ഓക്കെ ആകും. അന്ന് ആ ഡ്രസ് വാസ് നോട്ട് ഓക്കെ, ഇന്ന് ആ ഡ്രസ് ഓക്കെ ആവും. അവർ വേർഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഗോസ്പൽ ഡസന്റ് ചേഞ്ച്. The version of our gospel doesn't change. യേശുക്രിസ്തു പഠിപ്പിച്ചതിന് ശേഷം ഒരു അഡീഷണൽ ചാപ്റ്റേഴ്സ് നമുക്കില്ല. This is our version. ഞാൻ എന്നെ ഒത്തിരി in an unchanging time, in a changing world, we have an unchanging gospel. മാറുന്ന ലോകത്ത് മാറാത്ത സുവിശേഷമായിട്ട് നിൽക്കണം. അത് 2000 വർഷം ഇനി 2000 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും മാറാത്ത സുവിശേഷമായി മാറുന്ന ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാനാണ് ദൈവം നിങ്ങൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. ഇത് സ്റ്റുഡന്റ് ലീഡേഴ്സിന്റെ ക്യാമ്പ്. യു ആർ ഓൾ ലീഡേഴ്സ്. വെറുതെ സ്റ്റുഡന്റ് ലീഡർ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റുഡന്റ് ലീഡർ എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ അല്ല. ഇറ്റ് ഈസ് എ റോൾ. ടൈറ്റിലിന് റോൾ എന്നുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടൈറ്റിൽ. റോൾ എന്തുവാ? റണ്ണിങ് ദ കൺട്രി എന്നൊക്കെ പറയുന്നത് റോൾ ഉണ്ട്. ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി കംസ് വിത്ത് എ ടൈറ്റിൽ. ഓരോ ടൈറ്റിലൊപ്പം അതിന്റെ ഒരു ഉത്തരവാദിത്തം വരും. ഇഫ് യു ആർ എ സ്റ്റുഡന്റ് ലീഡർ, ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ദാറ്റ് കംസ് അലോങ് വിത്ത് ദാറ്റ്. പലപ്പോഴും ഞാൻ ടോപ്പിക്കിന് ഡിബേറ്റ് ചെയ്ത് പോകല്ല, പക്ഷെ ഒരു സ്റ്റുഡന്റ് ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന വിശ്വാസി പിള്ളേർക്ക് ആകാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ആവാൻ പറ്റാത്ത കാര്യമുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങൾ. കാര്യം 4 മണിക്കത്തെ മീറ്റിങ്ങിന് ഒരിക്കലും നിങ്ങൾക്ക് വൈകി പോകാൻ പറ്റത്തില്ല, അവർക്ക് വൈകി വരാൻ വേണമെങ്കിൽ. യു ക്യാൻ നെവർ ഗോ ലേറ്റ്, but they can come late because your standard is strong. You are a student leader. നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് യു ആർ എ സ്റ്റുഡന്റ് ലീഡർ, യു ആർ എ കമ്മിറ്റഡ് ചൈൽഡ് ഓഫ് ഗോഡ്. അവർക്ക് പലർക്കും സൺഡേ ആരാധനയ്ക്ക് പോകാതിരിക്കാനോ വേറെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനൊക്കെ പറ്റും, ബട്ട് യു കനോട്ട്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. യു ആർ റെസ്പോൺസിബിൾ മെൻ ആൻഡ് വിമൻ ഓഫ് ഗോഡ്. റെസ്പോൺസിബിൾ മെൻ ആൻഡ് വിമൻ ഓഫ് ഗോഡ്. നിങ്ങളുടെ ആത്മീയത കൺട്രോൾ ചെയ്യുന്നത് ഇനി മുതൽ പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറോ മദറോ അല്ല, നിങ്ങളായിരിക്കണം. മൈ സ്പിരിച്വാലിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ സ്റ്റാഫ് കോർഡിനേറ്റർ വിളിച്ച് മോനെ നീ ബൈബിൾ വായിച്ചോന്ന് പറയല്ല. യു ഷുഡ് റീഡ് ദ ബൈബിൾ. യു ഷുഡ് ചലഞ്ച് യുവർ ഫ്രണ്ട്സ് ടു റീഡ് ദ ബൈബിൾ. യു ഷുഡ് പ്രേ. യു ഷുഡ് എൻകറേജ് others to pray. You should not be encouraged. You should be encouraging others. That is the role God is asking you from all of you guys. 160 പേരോടും be the men of God in this generation. നിങ്ങളുടെ ക്ലാസ്സിലുള്ള വിശ്വാസി പിള്ളേർ സകലം ചിലപ്പോൾ പുതിയ ഫഹദ് ഫാസിലിന്റെ മൂവി ഇറങ്ങുമ്പോൾ ഓടിപ്പോകാൻ പോവുമായിരിക്കും. You cannot. Unchanging gospel in a changing times. Diluted gospel alla we are speaking about. We are speaking about a gospel of our Christ. ഞാൻ ഈ പാസ്റ്റർ പ്രസംഗിച്ച അതേ ഭാഗമല്ല എങ്കിലും ആ ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്യം, ഫോളോ മീ എന്ന യേശുക്രിസ്തുവിനോട് കുറച്ച് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-57 വാക്യം നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ മത്തായിലെ ലേഖനത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് വന്ന് ചോദിക്കുമ്പം ആ ഭാഗത്ത് ഒത്തിരി പേര് യേശുക്രിസ്തുവിനെ പിൻചെല്ലുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:1 ലൂക്കോസിന്റെ സുവിശേഷം 9:11 പറയുന്നത് ജനസമുദ്രം, അനേകർ, ക്രൗഡ് ഫോളോഡ് ഹിം എന്ന് പറയുമ്പം ആ ചാപ്റ്ററിന്റെ അവസാനമാവുമ്പം ലൂക്കോസും മത്തായിയും വളരെ ശ്രദ്ധയോടെ ബൈബിളിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ ഫോളോഡ് എന്ന് പലവട്ടം പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോൾ ലൂക്കോസ് ശക്തമായിട്ട് എഴുതുന്നൊരു കാര്യമുണ്ട്. ഒരു ശിഷ്യൻ വന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് യേശുക്രിസ്തുവോട് പറയാം, കർത്താവേ ഐ വോണ്ട് ടു ഫോളോ യു വേറെവർ യു ഗോ. ആയിരക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുമ്പം അവരുടെ എഴുത്തുകാരൻ അതിന്റെ അവസാനം ശക്തമായി അത് അവിടെ എഴുതി വെക്കുക. എന്തോ എഴുതിയേക്കുന്നത് അറിയാമോ? ഫോളോ ചെയ്യുന്നവരിൽ ഒരുത്തം വന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഐ വോണ്ട് ഫോളോ യു വേറെവർ യു ഗോ. കർത്താവ് പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതേ ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ അറിയോ? കർത്താവിന് ഐ വോണ്ട് ടു ഫോളോ ജീസസ് ആസ് ഐ ഫോളോ സമൺ ഇൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമില് യു കോൾ XXX പേഴ്സണെ ഫോളോ ചെയ്യുന്ന പോലെ കർത്താവിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, അനേക ക്രിസ്ത്യൻ വർഷിപ്പ് ലീഡേഴ്സ് വേണ്ടതെന്ന് പറയുന്നത് ദേ നീഡ് സബ്സ്ക്രിപ്ഷൻ. ഇന്ന ദിവസം ഇന്ന തീയതി എന്റെ പുതിയ സോങ് റിലീസ് ആകാൻ പോകുന്നുണ്ട്. This is not following Christ. ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നവരാന്ന് നിങ്ങളത്തെ തലമുറയാ. Turn to God. കുറച്ചു നാൾ മുമ്പ് ഒരു ക്യാമ്പിന് പോയപ്പോ ഒരു കൊച്ചു വന്നിങ്ങനെ ഭയങ്കര വിഷമത്തോടെ പറയാ, ബ്രദർ മൈ ഹാർട്ട്സ് ഡിസയർ ഇസ് ടു ബി ടു മിനിസ്റ്റർ ദ ലോർഡ്. ഞാൻ പറഞ്ഞു യെസ് ഗുഡ് മോളെ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. നൗ ടെൽ മീ വാട്ട് ഇസ് ദ പ്രോബ്ലം? ദിസ് ഇസ് ഗുഡ്. ഇതെന്തോ കൗൺസിലിംഗ്. അപ്പൊ അവള് പറയുന്നത് എന്റെ പാരന്റ്സ് ആണ് ഉണ്ടല്ലോ ഓക്കെ വി കൻ പ്രേ ഓവർ ഇറ്റ്. അവരെന്താ സമ്മതിക്കാതെ? അവർ വിശ്വാസികളല്ലേ. കൊച്ചു പറയുന്ന മറുപടി എന്താ അറിയോ? എന്റെ ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയയിൽ ഹിൽ സോങ്ങിൽ പോയിട്ട് 45 ലക്ഷം കൊടുത്തിട്ട് പാട്ട് പഠിക്കണം. ഹിൽ സോങ് മിനിസ്ട്രി. പാവം കാശ് ഇല്ലാത്ത അപ്പനും അമ്മയും അവളെ അതിനെ അനുവദിക്കുന്നില്ല. ദേ തിങ്ക് ദിസ് ഇസ് മിനിസ്ട്രി. 500 വാട്ടിന്റെ മൈക്കും കൈ പിടിച്ചോണ്ട് അല്ലെങ്കിൽ 2 ലക്ഷത്തിനോടെ ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ ഒന്നും ഇല്ലെങ്കിലും സുവിശേഷം ചെയ്യാൻ പറ്റും. God is calling us to be different in this generation. നിങ്ങളുടെ ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ചലഞ്ച്, യു ഡോണ്ട് ഹാവ് എ റോൾ മോഡൽ. നിങ്ങളുടെ ചുറ്റുമുള്ള മേജർ ആൾക്കാരും ആർ റോങ് റോൾ മോഡൽസ്. നല്ലതെന്ത് എണ്ണി പറയാൻ കൈ കിട്ടാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഒത്തിരി റോൾ മോഡൽസ് ഉണ്ടായിരുന്നു.
നോക്കുന്ന എല്ലാവരും ശക്തരായ ദേവദാസന്മാരാണ്. ശക്തർ എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് ടോണി പാസ്റ്റർ പ്രസംഗിച്ച പോലെ, അതായത് കർട്ടന് ബാക്കിൽ നിന്ന് ശുശ്രൂഷിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരായിരുന്നു. അവരുടെ മുഖം ഒരിക്കലും മുന്നിൽ കാണാത്ത ആൾക്കാരായിരുന്നു. ഇന്നത്തെ ആൾക്കാർക്ക് they need likes, subscriptions. That is not, guys, this is deception. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് പൗലോസ് 3-ാം അധ്യായത്തിന്റെ 2 തിമോത്തി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മുതൽ എഴുതിയേക്കുന്നത്, they are people lovers, the people are lovers of themselves. സ്വയമായിട്ട് സ്വന്തം സ്നേഹിക്കുന്നവരായിരുന്നു. അതിന്റെ ഒടുക്കം പറയുന്നത് run away from them, flee from them, depart from these people. എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയാം, ഐ എം ജസ്റ്റ് സ്പീക്കിംഗ്. കാര്യം സ്റ്റുഡന്റ് ലീഡേഴ്സ് ആയിട്ട് പറയാം. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ലിപ്സ്റ്റിക് ഇടാൻ നിൽക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് ക്രൈഡ്. ഒറേറ്ററി സ്കിൽസ് അല്ല ശുശ്രൂഷയുടെ കഴിവ്. നിങ്ങളെക്കാളിലും എന്നെക്കാളിലും നന്നായി പ്രസംഗിക്കാൻ SFI-കാരന് പറ്റും. അറിയാമോ നിങ്ങൾക്ക്? ക്രിസ്മസിന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ SFI-കാര് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നത് കാണിച്ചു തരാം. ഇതൊന്നും അല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി പറയണം. അഗാധമായ ഭാരം, നശിക്കുന്ന ജനത്തിനു വേണ്ടിയുള്ള കണ്ണുനീര്. കർത്താവെ, ഇവരോട് ഞാൻ എന്തു ചെയ്യേണ്ടു, ഇവരെ എങ്ങനെ ഞാൻ വിടുവിക്കും, എന്തു ഞാൻ തരേണ്ടു, കയ്യിലുള്ളത് മൊത്തം ഞാൻ നിന്റെ കാൽക്കൽ. കർത്താവെ, യു ഷുഡ് ടച്ച് ദീസ് പീപ്പിൾ. ഒരാള് നിങ്ങളെ ലൈക്ക് ചെയ്തില്ലെങ്കിലും, ഒരാള് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, ഒരാള് പോലും വന്ന് ബാക്കിൽ വന്നിട്ട് മോനെ യു ഡിഡ് എ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞില്ലെങ്കിലും, ഐ വിൽ സ്റ്റിൽ സെർവ് മൈ ഗോഡ്. ഐ വിൽ സ്റ്റിൽ റൺ ഫോർ ഹിം. അത് ഒരു ദിവസവും അല്ല, മരിക്കുന്നവരെ ചിലപ്പം ഒരു നാളും ഒരു വ്യക്തിയും നിങ്ങളുടെ വേലയോ നിങ്ങളെ പറ്റിയോ അറിയത്തില്ലായിരിക്കും. But I will still serve the Lord. I will still follow him. I will set up an example. ദൈവം അങ്ങനെയുള്ളവരെ നോക്കുന്നത്. ലൂക്കോസിന്റെ ഈ ഭാഗത്ത് യേശുക്രിസ്തു അതിന് മറുപടി പറയുന്ന വാക്യ, ഐ വിൽ ഫോളോ യു എന്നൊരു ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്ന മറുപടി, foxes have dens and birds have nests, but the son of man has no place to lay his head. യേശു അവരോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാൻ യേശുക്രിസ്തുവിനോട് വന്ന് ചോദിക്കും, യേശുവെ, നിന്നെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം യേശുക്രിസ്തു തിരിഞ്ഞ് എന്റെ മുഖത്തോട് പറയുന്നതെന്ന് അറിയുമോ? കുറുക്കന് കുഴിയും പറക്കുന്ന കിളിക്ക് വീടും അല്ലെങ്കിൽ കൂടും ഉണ്ടെങ്കിലും നീ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ഈ ക്രിസ്തുവിന് ഇന്ന് വൈകിട്ട് തല ചായ്ക്കാൻ ഇടമില്ല. In this condition, would you follow me? In this condition, അതായത് നിനക്ക് കഞ്ഞിക്ക് തരാൻ ഞാൻ തന്നില്ല, നീ പിഞ്ചെല്ലുന്നു എന്ന് പറയുന്ന ഈ ക്രിസ്തുവിന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. Would you follow me? കിട്ടുമെന്നുള്ള എല്ലാ ലിസ്റ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡു വി ഹാവ് എനി പ്രേയർ ടു പ്രേ ഫോർ? തരണേ എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഉണ്ടോ? God is looking for that. കർത്താവെ, ഐ ഡോണ്ട് നീഡ് എനിത്തിങ് ഫ്രം യു. ഈ വ്യക്തികൾ ആരും ഇത് വളരെ രസമാണ് ഈ ലൂക്കോസ് എഴുതിയേക്കുന്നത്. ഇവരുടെ പ്രതികരണം അവിടെ എഴുതിയിട്ടില്ല. ഇവര് ഇത് കേട്ടിട്ട് ഓക്കെ കർത്താവെ, ഐ എം ഗോണ ഫോളോ യു, അല്ലെങ്കിൽ ഓക്കെ കർത്താവെ, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, ഐ എം നോട്ട് ഗോണ ഫോളോ യു എന്ന് ലൂക്കോസ് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒന്ന് മനസ്സിലാവുന്ന ഇതാ, ലൂക്കോസ് അവിടെ എഴുതാത്തതിന് കാര്യം എന്താ പറയുക, ഇത് വായിക്കുന്ന ഓരോരുത്തവരോടും ഓരോ വ്യക്തികളോടും ദൈവം ആ ചോദ്യം അന്നും ഇന്നും എന്നും ചോദിക്കുമ്പം അതിന് തീരുമാനം എടുക്കേണ്ട ഓരോ വ്യക്തികളാണ്. ഇൻഡിവിജ്വൽസ് ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. വുഡ് യു ഫോളോ ക്രൈസ്റ്റ് ഓൺ ദിസ് കണ്ടീഷൻ? തരത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷെ തരുമെന്ന് പ്രതീക്ഷിച്ച് എന്നെ പിഞ്ചെല്ലണ്ട. ഫസ്റ്റ് പറഞ്ഞ പോലെ ഏലിയാവിന്റെ കൈ കഴുകി, നാളെ അവൻ വലുതാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. He did it. God can make him, cannot make him. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാതിരിക്കാം. Who are we to ask? നമ്മളാരാ ചോദിക്കാം? Who are we to ask? But I will follow him.
ദൈവത്തിന് നിങ്ങളെ വേണമെങ്കിൽ DL Moody ആക്കാം, അല്ലെങ്കിൽ ഒന്നും അല്ലാതാക്കാം. It doesn't matter. I will follow him. It doesn't matter. It doesn't matter. It doesn't matter. I am following him because he is Jesus Christ. അതുകൊണ്ട് ഞാൻ അവനെ ഫോളോ ചെയ്യും. ഫസ്റ്റ് മറുപടി ഇതാ പറയുന്നത്. Foxes have dens, birds have nest, but the Son of Man has no place to lay his head. Would you follow him? സെക്കൻഡ് ചോദ്യം മറുപടി അടുത്ത വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെ. അടുത്ത വ്യക്തി വേറൊരു കാരണം പറയുന്നുണ്ട്, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് I'm just moving. അടുത്ത വ്യക്തി പറയുന്നത് I will go back and bury my father and come back. പുള്ളിയുടെ കൺസേൺ. യേശുക്രിസ്തു പറയുന്നത് let the dead bury the dead, their own dead, but go and proclaim the kingdom of God. മരിച്ചവർ തന്നെ മരിച്ചവരെ അടക്കട്ടെ. എന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വായിക്കാം, സമയം എടുക്കുന്നില്ല. പക്ഷെ let the dead bury their dead, go and proclaim the kingdom of God. രണ്ടാമത്തെ യേശുക്രിസ്തു പറയുന്ന വ്യക്തിയോട് എന്താണെന്ന് അറിയുമോ? റൈറ്റ് ആയിട്ട് proclaim the kingdom of God. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷപ്പെടുന്നത് ഡിഫെൻസിലല്ല. യു ആർ പ്രോഗ്രസിംഗ് ഇൻ ക്രിസ്ത്യൻ ഫെയ്ത്ത് ബൈ ബീങ് ഒഫെൻസീവ്. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത്, എന്നെ മനസ്സിലാക്കലാട്ടോ പറയുന്നത്, ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് ഡിഫെൻഡീവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടല്ല. വെൻ ഹി സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹി ബിക്കംസ് മോർ ഡിഫെൻസീവ്. ഞാൻ പറയുന്നത് മനസ്സിലാണോ നിങ്ങൾക്ക്? അതായത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പം, അല്ലാതെ ഞാൻ ഒരു പാപവും ചെയ്യത്തില്ല, എന്റെ റൂമൊക്കെ അടച്ചുപൂട്ടി ഇങ്ങനെ ഇരിക്കുമ്പം യു വിൽ നോട്ട് റീച്ച് എനിവർ. മോസ്റ്റ് ഓഫ് ദ ടൈം യു എൻഡ് അപ്പ് ഇൻ എ മെസ്. പകരം I'm going to use my time. I'm going to use my time. I'm going to proclaim the gospel. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോവെന്ന് പറയുന്നത് സ്റ്റേജ് കെട്ടി എല്ലാവരും വിളിച്ച് മൈക്ക് തന്ന് 15 മിനിറ്റ് കിട്ടുമ്പോൾ പ്രസംഗത്തെ പറ്റിയല്ല പറയുന്നത്. I'm going to preach the gospel. I'm going to tell my friends about Jesus Christ day in and day out. യേശുക്രിസ്തു പറയുന്നത്, നീ എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? My reply is this. ഇതിനേക്കാൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് തോന്നുന്നുണ്ടാവും. യെസ്, ഓഫ് കോഴ്സ്. കാര്യം ബറിയിങ് യുവർ ഫാദർ, പിതാവ് മരിച്ച് അടക്കി വരിക എന്ന് പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗോസ്പൽ. യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ലൈക്കിംഗ് ഇൻ ഫേസ്ബുക്ക്. യേശുക്രിസ്തു ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് 3.5 മില്യണോ അല്ലെങ്കിൽ 3.5 കോടി ആൾക്കാരെ ലൈക്ക് അടിച്ച് ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന് ഭയങ്കര സന്തോഷമൊന്നും വരത്തില്ല. ഹി ഡോണ്ട് കെയർ. You know that? He is not looking for likes and subscription numbers. അവൻ ഫോളോ ചെയ്യുന്നു പറയുന്നത് അവന്റെ കാല് വെച്ച പാദങ്ങളിൽ കാല് വെച്ച് അവൻ നടന്ന പോലെ നടന്ന്, അവൻ വഹിച്ച കുരിശ് പോലെ നമുക്കുള്ള കുരിശും വഹിച്ച്, that is ഒടുക്കം യാഗക്കളത്തിൽ വെന്തെരിയുന്നത് പോലെ നമ്മളും, that is called following Christ. ഈ ആയിരക്കണക്കിന് ആൾക്കാരെ യേശുക്രിസ്തുവിനെ പിന്തുടർന്നപ്പം ഇവർക്കൊക്കെ പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം എന്തുവാ ഈ ഒരു ധാരണയിലായിരുന്നു. കാര്യം ഇവർ അപ്പം മുറിക്കുമ്പോ തന്നെ ബ്രെഡ് മുറിക്കുമ്പോ തന്നെ 5000 പേരെ പോഷിപ്പിക്കുന്നു. അമേസിങ് അല്ലെ? അടിപൊളി അല്ലെ? അപ്പം മുറിക്കുന്നു, അടിപൊളി. പിന്നെ മനസ്സിലായി ഇതൊന്നും അല്ല. when I am asking you to follow, this is a condition. മൂന്നാമതായിട്ട് യേശുക്രിസ്തു എന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്. ആ വ്യക്തി പറയുന്നത്, I will go and say bye to my family and come back. ഞാൻ എന്റെ ഭവനത്തിൽ പോയിട്ട് ബൈ പറഞ്ഞിട്ട് വരാം. അതിന് യേശുക്രിസ്തു പറയുന്നത് എന്താ അറിയുമോ? The one who puts a hand to the plow, looks back, is fit for service, is not fit, back is not fit. No one who puts back his hand to the plow, looks back, is fit for the service of God. കലപ്പയ്ക്ക് കൈ വെച്ചതിന് ശേഷം ഒന്ന് ചിന്തിക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു പറയുന്നത് അറിയും. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാല് ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ NDA ജോയിൻ ചെയ്യണമെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല മാർക്ക് വേണം, കണ്ണിന് പവർ പാടില്ല, ഒത്തിരി ഗൈഡ് ലൈൻസ് ആണ്. മിക്കവർക്ക് എത്ര ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും 5th റൗണ്ട് 12th റൗണ്ട് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, പവർ ഇല്ല എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ സുവിശേഷമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓപ്പൺ ആണ്. ഇറ്റ്സ് ഓപ്പൺ ഫോർ ഇറ്റ് ഇസ് റോങ്. There is more strict recruiting. ശുശ്രൂഷയിലായിരിക്കാം, but you might not be even recruited. നിങ്ങൾ വെടിവെച്ചോണ്ടിരിക്കുമായിരിക്കും, പക്ഷെ അതായിരിക്കില്ലേ നിങ്ങളെ. you are not even fit for this. യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഈ കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ you know what? unfit. You are unfit. എന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, are you looking back?
നിങ്ങൾ തിരിഞ്ഞു നോക്കുവാണോ? Are you looking back? Do you have a iota of doubt? ഒരു അല്പം സംശയമുണ്ടോ നിങ്ങൾക്ക് ഈ യേശുക്രിസ്തുവിനെ പിൻചെല്ലുന്നത് ശരിയാണോ അല്ലയോ? Then you have to rethink. യേശു പറയുന്ന ആ ഒരു കണ്ടീഷനിലൊന്നും അല്ല നീ എന്നെ പിൻചെല്ലണ്ടേ. There should not be no iota of doubt. I am certainly certain about whom I am following. ആ ഒരു കൺവിക്ഷൻ. അങ്ങനെയുള്ളവർക്ക് ലോകത്തിന്റെ പല കാര്യങ്ങൾ വരുമ്പം they know. If you see PUBG 100 പേര് കളിക്കുന്ന കാണുമ്പം you can say no. അല്ലെങ്കിൽ you call it. നിങ്ങളുടെ ഫ്രണ്ട്സ് 100 കാര്യം ചെയ്യുമ്പോൾ you can say no. കാര്യം എന്താ പറയുക? നിങ്ങളുടെ കൈ എവിടെ ഇരിക്കുന്നേ? കലപ്പയില ഇരിക്കുന്നത്. Your hand is on the plow. ഹാർഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ് ഭാരതം എന്ന് പറയുന്ന ഗ്രൗണ്ട്. അത് കുത്തി എടുക്കണമെങ്കിൽ everyone has to plow. വേർപ്പൊഴുകണം. ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ളവർക്ക് they might ഒത്തിരി ദേവദാസന്മാരെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മനോരമ വായിക്കുക, മാതൃഭൂമി വായിക്കുക, അതിന്റെ പിന്നെ ബുധനാഴ്ചത്തേക്കുള്ള കോട്ടേജിന് പ്രസംഗിക്കുക, എന്നിട്ട് പിന്നെ ഇതൊന്നും അല്ല ദൈവം വിളിക്കുന്നത്. 24/7 സർവീസ്, 24/7 ഫുൾ ടൈം സർവീസ് എന്ന് പറയുന്നത് it is you are available for God all the time. അല്ലാതെ ജോലി കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതിനൊന്നുമല്ല ഫുൾ ടൈം തന്നെ. You are available for him all the time. Whenever the needle is sticking, you are available for him. നിങ്ങളായിരിക്കുന്ന ക്യാമ്പസിൽ you should be available for the Lord. നിങ്ങളായിരിക്കുന്ന ചർച്ചിൽ you should be available for the Lord. നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിൽ you should be available for the Lord. Wherever God has placed you, you should be available for the God. ജോനാഥൻ എഡ്വേർഡ്സ്, എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ജോഷു സാറ് ബാംഗ്ലൂർ മെസ്സേജ് ഷെയർ ചെയ്തതിനു ശേഷം ഐ തിങ്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇത് എടുത്ത് പറഞ്ഞു. ഐ റിമെമ്പർ ദാറ്റ്. ജോഷു സാറും ഇരിക്കുന്നതാണ് ഇവിടെ. ജോനാഥൻ എഡ്വേർഡ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ: ലോർഡ്, സ്റ്റാമ്പ് എറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നിത്യത എന്റെ കൃഷ്ണമണിയിൽ പതിക്കുക. ഇന്ന് പറഞ്ഞാൽ എന്താ പറയുക, കണ്ണ് തുറക്കുമ്പോൾ ഐ സി എറ്റേണിറ്റി. എന്റെ ഫോക്കസ് ഡയറക്ഷൻ എല്ലാം എറ്റേണിറ്റിയാ. അത് ഡിസ്റ്റർബ്ഡ് ആവാൻ പറ്റില്ല. ലോർഡ് സ്റ്റാമ്പ് ഇറ്റ്. രാവൻ ഹില്ല് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ: 5 നിമിഷം നിത്യതയിലേക്ക് ഞാൻ കടന്നാൽ, ഈ 5 minutes I step into eternity and see what is happening over there, then today I would pray more, cry more, give more, surrender more, serve more. നിത്യതയെ പറ്റിയുള്ള ഒരു ക്ഷണത്തിന്റെ ഒരു പിക്ചർ കിട്ടിയാലുണ്ടല്ലോ, നമ്മൾ പിന്നെ ഉറങ്ങത്തില്ല. We will run, we will serve, we will give, we will toil, we will run away from sin, we will you understand? നിത്യതയുടെ ആ ഒരു പിക്ചർ. God, give me that picture. ഞാൻ കാണുന്ന സകലതും I want to see in that. വേറൊരു വ്യക്തി പറയുന്നത് എങ്ങനെയാ: സൂര്യന്റെ പ്രകാശത്തിലൂടെ ഞാൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിലൂടെ ഞാൻ സകലതും കാണണം. ഞാൻ കാണുന്നത് മുഴുവനും അവന്റെ ഗ്ലാസ്സിലൂടെ. ഐ ഷുഡ് സീ എവറിത്തിങ്. എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, എന്റെ കയ്യിലിരിക്കുന്ന ജോലി, എനിക്കുള്ള വിദ്യാഭ്യാസം, എനിക്കുള്ള കുടുംബം, എവറിത്തിങ് യു ഷുഡ് സീ ത്രൂ ദ ലെൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വെളിച്ചത്തിലൂടെ ഞാൻ കാണുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്തെന്നും അത് എവിടെ നിൽക്കണമെന്നും എനിക്ക് മനസ്സിലാവും. See things through the eyes of Christ. 5 minutes into eternity. ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഞങ്ങൾ ജീവിച്ച സമയം പോലെ അല്ല നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം. ഇറ്റ്സ് എ ടഫസ്റ്റ് ടൈം, ഐ ബിലീവ് ടഫസ്റ്റ് ടൈം ടു ലിവ് എ ക്രിസ്ത്യൻ ഫെയ്ത്ത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, ഐ ഫീൽ സിമ്പത്തി ഓൺ യു. കർത്താവിന് വേണ്ടി ഓടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന പിള്ളേരാണ് നിങ്ങൾ പലരും. എങ്കിലും നിങ്ങളായിരിക്കുന്ന ഒരു കാലഘട്ടം, നിങ്ങളായിരിക്കുന്ന മൊബൈൽ ഫോൺ പലതും ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ when struggles are more, grace is more. When challenges are more, grace is more. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇങ്ങനെ: കർത്താവേ, ഇന്നത്തെ ദിവസം ജയിക്കാൻ നീ എനിക്ക് കൃപ തരണം. God, give me grace to win this day today. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പറയണം: കർത്താവേ, I cannot win this day, but I need your grace.
എനിക്ക് ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം. ഗോഡ് ഗിവ് us your grace. ഞാൻ പറഞ്ഞു, we have different wrong models. We have only one right model, that is Christ. കർത്താവിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥന. He was a man of prayer. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞത് കർത്താവ് ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമേ എന്നല്ല. He was a good preacher. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവെ എങ്ങനെയാണ് നീ ആ വെള്ളത്തിൽ നടന്നത് ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്നല്ല പറഞ്ഞു. കർത്താവെ ടീച്ച് us to pray. കാര്യം എന്താ അറിയോ? ഇത്രയും ചെയ്ത ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കിയപ്പോ അവർ കണ്ടൊരു കാര്യമുണ്ട്. He was a man of prayer. ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് അവന്റെ ജീവിതത്തിൽ കണ്ട പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പറയുന്നത്, ജീസസ് ടീച്ച് us to pray. One quality you have to take from Christ, the right model Christ, the habit of prayer. Second habit, fasting. എന്റെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ ഒത്തിരി ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഉപവസിക്കുന്നുണ്ടോ? ഒരു നേരമെങ്കിലും ഉപവസിച്ച് കർത്താവെ ഐ നീഡ് യുവർ ഗ്രേസ്, ഇല്ലെങ്കിൽ ഉപവസിക്കണം. ലോർഡ് ഐ നീഡ് ടു ഫാസ്റ്റ്. എന്തിനാ ഉപവസിക്കുന്നേ? ഇന്നത്തെ കാലത്ത് ഉപവസിക്കുക എന്ന് പറയുന്നത് മൊബൈലിൽ നിന്ന് ഉപവസിക്കണം, ഗൂഗിളിൽ നിന്ന് ഉപവസിക്കണം, ഗെയിംസിൽ നിന്ന് ഉപവസിക്കണം. ദൈവത്തിൽ പോയി വസിക്കുന്ന ഒരു സമയം, അത് ഭക്ഷണത്തിൽ നിന്ന് ഉപവസിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു സമയം. ജീസസ് ഹാഡ് ദാറ്റ്. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ഹി വാസ് എ മാൻ ഓഫ് ഫാസ്റ്റിംഗ്. Third thing about Jesus Christ, he lived a holy life. വിശുദ്ധ ജീവിതം. Learn from Jesus Christ. ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ടെംപ്റ്റഡ് ആയിരുന്നു. ഒത്തിരി ടെംപ്റ്റഡ് ആയിരുന്നു. ഒരു ദിവസം സാത്താൻ വന്ന യേശുക്രിസ്തുവിനോട് പറയുന്നത് ഇങ്ങനെയാ, അതായത് നീ ക്രൂസിലൊന്നും പോയി മരിക്കണ്ട, നീ എന്നെ ഒന്ന് ബൗ ചെയ്താൽ മതി, ഞാൻ തന്നേക്കാം. ഇത്രയും ഈസി. വാട്ട് ടെംപ്റ്റേഷൻ. ബിക്കോസ് യേശുക്രിസ്തു ക്രൂശി മരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, റോമൻ പട്ടാളക്കാരുടെ 3 ആണിയല്ല അവനെ കൊല്ലുന്ന. അവിടെ ദൈവ ക്രോധം, കോപം അവനെ ദഹിപ്പിക്കുക ചെയ്ത്. ഇറ്റ് വാസ് എ ഡിഫറെന്റ് പെയിൻ ദാറ്റ് നോ മാൻ എവർ കുഡ് ഗോ ത്രൂ. ഷോർട്ട് കട്ട്സ് വന്നപ്പോ അവൻ പറഞ്ഞെന്താ അറിയോ? He was tempted and but he never was, fell for anything. He lived a holy life. നാലാമത്തെ കാര്യം, he was a man of compassion. ഈ പറയുന്ന 5 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യണം. He was a man of compassion. കമ്പാഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യുന്ന പോലെ അല്ല. നിങ്ങളുടെ കണ്ണ് എപ്പോഴും കമ്പാഷൻ ഉള്ള ഒരു കണ്ണുകളായിരിക്കണം. ഇല്ലാത്ത ഒരു വ്യക്തിയെ കണ്ട്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു പിച്ചക്കാരനാണെങ്കിൽ പോലും യു ഷുഡ് ഹാവ് കമ്പാഷൻ. ചോറ് കൊടുത്തേ വിടാവൂ. മാൻ ഓഫ് കമ്പാഷൻ. നിങ്ങൾ റോട്ടിൽ കൂടി പോകുമ്പോൾ പേന വിറ്റ് നടക്കുന്ന പിള്ളേരെ കണ്ടുകഴിഞ്ഞാൽ അവരെ തലയിൽ പതിയെ കൈ റബ്ബ് ചെയ്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ബി എ മാൻ ഓഫ് കമ്പാഷൻ. ദാറ്റ് ഈസ് എ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ്. And finally, have an attitude to serve, not to be served. എന്റെ ബാഗ് എടുക്കാനും സ്പീക്കർ എടുക്കാനും ഒക്കെ ഞാൻ ഒരു ഉദാഹരണം ഓർക്കുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഒരു കോർപ്പറേറ്റ്സിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുമായിരുന്നു. അപ്പം ആക്ച്വലി 1-2 വിശ്വാസികളുള്ളൂ. പിന്നെ 10-400 ഓഫീസിലെ മാനേജിംഗ് ഡയറക്ടേഴ്സും എല്ലാവരും വന്നിരിക്കും. അപ്പൊ അവരൊക്കെ വരും. അപ്പൊ ഇതിന്റെ സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ സൗണ്ട് സിസ്റ്റം ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ, ഒരു 200 മീറ്ററോളം ചുമന്നുകൊണ്ട് പോകണം. അപ്പം ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നെടുത്ത് ആക്ച്വലി ഐ എം ഗെറ്റിംഗ് ടയർഡ്. അപ്പം അന്ന് പ്രസംഗിക്കേണ്ട പാസ്റ്റർ അവിടെ വന്നിരിക്കുക. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു പാസ്റ്റർ അവിടെ വന്നിരിക്കുക. പാസ്റ്റർ അപ്പം ഒരു പയ്യനെ പാസ്റ്ററിനായിട്ട് കാർ ഡ്രൈവ് ചെയ്തൊക്കെ കൊണ്ടുവന്നു, കെയർ ചെയ്യാനൊക്കെ ആയിട്ട്. പാസ്റ്റർ അപ്പം ഭയങ്കര തിരക്കാം, മെസ്സേജ് ഒക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പാസ്റ്റർ നോക്കുമ്പോൾ ഞാൻ ഈ സൗണ്ട് സിസ്റ്റം എടുത്തുകൊണ്ട് പോവാ, നല്ല ഹെവിയാ. ഈ പയ്യന് കാറിൽ ഇങ്ങനെ മാറി നിൽക്കുക. പാസ്റ്റർ ചെയ്തത് അവനോട് മൈക്ക് എടുക്കാൻ പറഞ്ഞില്ല. പാസ്റ്റർ വാസ് ബിസി. പാസ്റ്റർ ഇമ്മീഡിയറ്റ്ലി ചെയ്തെന്ന് അറിയോ? പാസ്റ്റർ പോയിട്ട് വലിയൊരു സ്പീക്കർ എടുത്തു, എന്നിട്ട് നടന്നു, ലജ്ജിപ്പിച്ചു. യങ്സ്റ്റേഴ്സ്, serve, show others to serve. ICPF-ലെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പ്രായമാകുമ്പോൾ വ്യത്യാസം വരും. പക്ഷെ ഞാൻ ബ്രിഗേഡറങ്ങളിലൊക്കെ കണ്ട് ഞാൻ എപ്പോഴും ഞാൻ കണ്ടേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, 100 പിള്ളേർ ക്യൂ നിൽക്കുവാണെങ്കിലും അങ്കിൾ വിൽ ബി വാക്കിംഗ് അറ്റ് ദ ബാക്ക് 1 by 1. ഒരു സ്പെഷ്യൽ ടേബിൾ ഒന്നുമില്ല. മിനിസ്റ്റേഴ്സ് ടേബിൾ വിത്ത് എക്സ്ട്രാ ചിക്കൻ ഒന്നും അവിടെ വെച്ചിട്ടില്ല. ബി ഇൻ ദ ക്രൗഡ്. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ഹൂ വിൽ ചേഞ്ച് ദിസ്? യു വിൽ ചേഞ്ച് ദിസ്. സഭയ്ക്ക് പറ്റിയ വീഴ്ച, ഹൂ വിൽ ചേഞ്ച് ഇറ്റ്? യു വിൽ ചേഞ്ച് ഇറ്റ്. ഇഫ് someone is super senior, he is super senior servant. If someone is a minister, he is minister to serve others.
യേശു ക്രിസ്തുവിന്റെ ലാസ്റ്റ് ക്വാളിറ്റി, ഇങ്ങനെ ലാസ്റ്റ് ക്വാളിറ്റി ഇല്ല, 5 ക്വാളിറ്റി put in over there. Man of prayer, you pray, fast, a man of holy living, നിങ്ങളുടെ ജനറേഷനിൽ live a holy life. Finally, fourth, heart of compassion, and finally serve, a heart of serving. അവൻ അന്ത്യ അത്താഴത്തിന് ഒരു പ്രൈവറ്റ് ഏരിയ അവരെ ബുക്ക് ചെയ്തേ. അപ്പൊ പ്രൈവറ്റ് ഏരിയ ബുക്ക് ചെയ്യുമ്പോൾ ഗസ്റ്റ് ഇല്ല, അവരുടെ തന്നെ സ്ഥലമാണ്. പൊതുവെ ഒരു വീട്ടിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാല് യൂസ് സിസ്റ്റം വെച്ചിട്ട് ഗസ്റ്റ് വന്ന് കാല് കഴുകും. ഇപ്പൊ അവര് റെന്റ് എടുത്തുകൊണ്ട് 12 ശിഷ്യന്മാര് യേശുക്രിസ്തു ഉണ്ട്, ഗസ്റ്റ് ഇല്ല, പിന്നെ ഒരു ഹൗസ് ഓണർ ഇല്ല കാല് കഴുകാൻ. അപ്പൊ ആരുള്ള 12 ശിഷ്യന്മാര് യേശുക്രിസ്തു ഉണ്ട്. ഈ 12 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചോട്ടിരിക്കുന്ന ആര് കാല് കഴുകും? ഹൂ വിൽ വാഷ്? കാര്യം പത്രോസിന് കാല് കഴുകാൻ പറ്റത്തില്ലല്ലോ, പത്രോസ് അല്ലേ. എവ്രി വൺ ഹാഡ് ദെയർ ഇഷ്യൂസ്. യേശുക്രിസ്തു ചെയ്തെന്താ അറിയോ? അവിടെ പിടിച്ച ക്ലാസ് ഒന്നും എടുക്കാൻ നിന്നില്ല. യേശുക്രിസ്തു എന്താ അറിയോ? ഒരു തോർത്തെടുത്ത് അരക്കിട്ടിട്ട് എല്ലാത്തിനെ കാല് കഴുകി. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞെന്താ അറിയോ? നിന്റെയൊക്കെ കാല് കൊള്ളത്തില്ല, അങ്ങനെയൊന്നും അവിടെ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ദിസ് ഫീറ്റ്സ്, ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് ഫീറ്റ്. കർത്താവിന് അന്നറിയാം ഇവരൊക്കെ തിരിഞ്ഞു വരും, അന്ന് ഈ കാലുകള് സുവിശേഷമായിട്ട് ഓടും. അത് അറിഞ്ഞുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത്, ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദ ഫീറ്റ് ഓഫ് ദോസ് ഹു ടേക്ക് ദ ഗുഡ് ന്യൂസ്. എനിക്ക് വേണ്ടി ഇവർ തിരിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ, കർത്താവിന് വേണ്ടി രക്തം സാക്ഷികളാവുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. അവരുടെ കാലുകൾ ഇന്നോ സാധു സുന്ദർ സിംഗിന്റെ ഒക്കെ പോലെ ടിബറ്റിലോട്ട് ഹിമാലയത്തിലോട്ടൊക്കെ ഓടി രക്തം വാർന്നത് പോലെ ഈ കാലുകളും ഓടുമെന്നും കൂടി കർത്താവ് കണ്ടു കാണുകയും. നിങ്ങളുടെ ഓരോരുത്തരെയും കർത്താവ് ഇതിനാ വിളിക്കുന്നത്, ടു സെർവ്, സെറ്റ് എ ഡിഫറെന്റ് എക്സാമ്പിൾ ഇൻ ദിസ് ജനറേഷൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനങ്ങളാണ് അനുഗ്രഹിക്കട്ടെ. തന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ക്ലെം സാറിനോടും ICPF-ലെ എല്ലാ ശുശ്രൂഷകന്മാരോടും നന്ദി പറയുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിക്കും. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ ഞങ്ങൾ ഇന്ന് പാൽക്കാലം മുതൽ ഇതുവരെ കേൾക്കുന്ന വചനത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നീ ശക്തമായി നീ ഞങ്ങളോട് സംസാരിക്കണം കർത്താവെ. ലോർഡ്, മനുഷ്യരല്ല കർത്താവ് ഞങ്ങളോട് സംസാരിക്കണ്ടേ. ഗോഡ്, യു സ്പീക്ക് ടു us. നീ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു മീറ്റിംഗും ഒരു ക്യാമ്പും കൂടി അല്ല കർത്താവെ. ദിസ് ക്യാമ്പ് ഷുഡ് ചേഞ്ച് മൈ ലൈഫ്. ഈ ക്യാമ്പ് എന്റെ ജീവിതത്തെ, ഈ ക്യാമ്പ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം കർത്താവെ. ഞങ്ങൾക്ക് റോൾ മോഡൽ ആയിട്ട് നീ മാത്രം ആണ് കർത്താവെ ഉള്ളത്. യു ആർ ദ ഓൺലി റോൾ മോഡൽ വി ഹാവ്. ഓർ വി മൈറ്റ് ഹാവ് സം അതർ റോൾ മോഡൽസ് ഓൾസോ ഇൻ ദ ബൈബിൾ, ബട്ട് വി ഡോണ്ട് വാണ്ട് റോൾ മോഡൽസ് ഓഫ് ദ വേൾഡ്. Lord Jesus, teach us to pray, teach us to fast, teach us to show compassion, teach us, give us a heart of serving others, Lord Father. നീ ഞങ്ങളെ സഹായിക്കണമേ. Give us grace to live a holy life. നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. It is not how we start the race, but how we finish it. Help us to finish it strong. Finish it strong. നന്നായിട്ട് ഈ ഓട്ടം ഓടി തീർക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ.